ഹലോ നമസ്കാരം. ഓണം ബമ്പറുമായി ബന്ധപ്പെട്ടിട്ട് ചില വിവരങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഓണം ബമ്പർ ലോട്ടറി എത്ര പേർക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല, എങ്കിൽ പോലും എടുക്കാവുന്നവർക്ക് അല്ലെങ്കിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ എടുക്കാവുന്നതാണ്. ലോട്ടറി പ്രോത്സാഹിപ്പിക്കുകയല്ല, നിങ്ങൾക്ക് ഒരു ഭാഗ്യപരീക്ഷണമൊക്കെ നടത്താൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ സർക്കാർ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ വിശ്വസനീയമാണ്, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോട്ടറി താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. കേരളത്തിൻ്റെ തിരുവോണം ബമ്പർ 2026 തിരുവോണം ബമ്പർ BR 111, ഈ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഓണം ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം വർദ്ധിപ്പിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, 30 കോടി രൂപയാണ് ഓണം ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ തന്നെ ഒരു ലോട്ടറി നൽകുന്ന ഏറ്റവും വലിയ സംഖ്യ, അതായത് ഏറ്റവും വലിയ ഒന്നാം സമ്മാനങ്ങളിൽ ഒന്നാണ് ഇത്. 500 രൂപയാണ് ഒരു ഓണം ബമ്പർ ടിക്കറ്റ് ആയതുകൊണ്ടാണ് 500 രൂപയാണ് ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത്. ഇത് സെപ്റ്റംബർ 26, ഈ വർഷം സെപ്റ്റംബർ 26 ഓണം ബമ്പറിൻ്റെ ടിക്കറ്റിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത് എന്നുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. 20 പേർക്ക്, അതായത് 30 കോടി കൂടാതെ 20 പേർക്ക് വീതം 1 കോടി രൂപയും രണ്ടാം സമ്മാനമായി ലഭിക്കും. മൂന്നാം സമ്മാനമായി 20 പേർക്ക് 25 ലക്ഷം രൂപയും ലഭിക്കും. സമാശ്വാസ സമ്മാനമായിട്ട് 5 ലക്ഷം രൂപയും ഈ സമ്മാനങ്ങളുണ്ട്. അത് കൂടാതെ തന്നെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഇത്രയുമാണ് ഈ ഓണം ബമ്പറിൻ്റെ പ്രാഥമികമായ ചില വിവരങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഓണം ബമ്പർ 30 കോടി അടിക്കുന്ന ഭാഗ്യശാലിക്ക് എത്ര രൂപ അയാളുടെ കയ്യിൽ കിട്ടും, ഈ ടാക്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്ര രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ് നമ്മളിനി നോക്കുന്നത്. ഓണം ബമ്പറിൻ്റെ ഒരു സമ്മാന ഘടന നോക്കുകയാണെങ്കിൽ, നേരത്തെ അത് 25 കോടിയായിരുന്നു, ഇപ്പോൾ 30 കോടി രൂപയോട് ഉയർത്തി. ഈ 30 കോടിയിൽ നിന്ന് 30 കോടിയുടെ 10% ഏജൻറ്റ് കമ്മീഷനായി പോകുന്നതായിരിക്കും, നൽകണം. അതുകൂടാതെ 30 കോടിയുടെ അതായത് ഈ ഏജൻറ്റ് കമ്മീഷൻ അതായത് 3 കോടി രൂപ അത് ഏജൻറ്റ് കമ്മീഷനായിട്ട് പോകും. ബാക്കിയുള്ള 27 കോടിയിൽ നിന്ന് നിങ്ങൾക്ക് സമ്മാന നികുതി എന്നുള്ളത് അത് നൽകണം. 30% സമ്മാന നികുതി. അങ്ങനെ നോക്കുമ്പോൾ 27 കോടിയുടെ 30% എന്ന് പറയുന്നത് ഏകദേശം 8 കോടിയുടെ അടുത്ത് അത്രയും തുക വരുന്നതായിരിക്കും. പിന്നെയുള്ള ഏതാണ്ട് 18.9 കോടിയാണ്. ഈ തുകയിൽ നിന്ന് സർചാർജ്, സെസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ സെസ് എന്ന് പറയുന്നത് 4%, അതായത് ഏകദേശം 75,60,000 രൂപയാണ് ആരോഗ്യ വിദ്യാഭ്യാസ സെസ് എന്ന് പറയുന്നത്. സർചാർജ് 15%, അത് ഏകദേശം 2 കോടിയാണ്. ഇങ്ങനെല്ലാം പോയി ഇതിന് ശേഷം ബാക്കിയാകുന്നത് 15,42,24,000 രൂപയാണ്. 30 കോടി രൂപ ഒന്നാം സമ്മാനം അടിക്കുന്ന ഭാഗ്യശാലിക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ 15,42,24,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അതിനും എല്ലാ വർഷവും നികുതി, ഒരു ക്രൈറ്റീരിയ വരെ ഒരു പ്രത്യേക വർഷം വരെ നികുതി നൽകണം. അത് കൂടാതെ നിങ്ങൾ FD ഇട്ടാൽ FDക്ക് നിങ്ങൾക്ക് നികുതി ഉണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തായാലും 30 കോടി അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പകുതി തുകയാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ആ തുക എന്ന് പറയുന്നത്. അതായത് 30 കോടി അടിച്ചാൽ 15 കോടിയോളം രൂപയോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ ഹാൻഡ് മണി എന്ന് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞേക്കാം. ഇനി ഓണം ബമ്പറിൻ്റെ സമ്മാന ഘടന ഞാൻ ആദ്യം പറഞ്ഞു, ഒന്നുകൂടി വിശദമായി പറയാനുള്ള. ഒന്നാം സമ്മാനം 30 കോടി രൂപ എല്ലാവർക്കും അറിയാം. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. മൂന്നാം സമ്മാനം 25 ലക്ഷം രൂപ വീതം 20 പേർക്ക്. നാലാം സമ്മാനം 5 ലക്ഷം രൂപ വീതം 10 പേർക്ക്. ആറാം സമ്മാനം 5,000 രൂപ വീതം 54,000 പേർക്കാണ്. ഏഴാം സമ്മാനവുമുണ്ട് 2,000 രൂപ വീതം 81,000 പേർക്ക്. എട്ടാം സമ്മാനം 1,000 രൂപ വീതം 1,24,200 പേർക്കും ലഭിക്കും. ഒൻപതാം സമ്മാനം 500 രൂപയാണ്, 500 രൂപ വീതം 2,75,400 പേർക്കും ലഭിക്കും. ഇനി സമാശ്വാസ സമ്മാനം ആദ്യം ഞാൻ പറഞ്ഞിരുന്നു 5 ലക്ഷം രൂപയാണ്, അത് 9 പേർക്ക് അതും ലഭിക്കുന്നതാണ് എന്നുള്ള പറഞ്ഞിരിക്കുന്നു. ഇപ്പം ഞാനത് നികുതി ഘടന പറഞ്ഞു, ലോട്ടറിയുടെ എത്ര രൂപ ഭാഗ്യശാലിക്ക് എത്ര രൂപ ലഭിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം, ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത് സെപ്റ്റംബർ 26 സെപ്റ്റംബർ 26 തിരുവനന്തപുരത്തെ ഗോർക്കി ഭവനിൽ ഉച്ചയ്ക്ക് 2 മണിക്ക്, ബേക്കറി ജംഗ്ഷനിലാണ് ഈ ഗോർക്കി ഭവൻ ഉള്ളത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് നടക്കും. അതായത് ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. കൈരളി പോലുള്ള ചാനലുകളിലൊക്കെ നിങ്ങൾക്ക് ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടാവും. എങ്കിൽ പോലും വളരെ വേഗത്തിൽ തന്നെ നമ്മളടക്കമുള്ള ചാനലുകൾ ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ് അടുത്ത മിനിറ്റ് അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകൾ അല്ലെങ്കിൽ അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് ഓണം ബമ്പറിൻ്റെ ഭാഗ്യശാലി നമ്പർ, ഭാഗ്യ നമ്പർ ഏതാണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ 500 രൂപയാണ് നിങ്ങൾക്ക് ഭാഗ്യ പരീക്ഷിക്കാനുള്ള സമയം. 500 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഓണം ബമ്പർ ടിക്കറ്റ് എടുക്കാം.
ഓണം ബമ്പർ ടിക്കറ്റ് അടിക്കുന്ന ഭാഗ്യശാലിക്ക് 30 കോടി രൂപ ആണ് ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത്. 30 കോടി രൂപ ഒന്നാം സമ്മാനമായി ലഭിക്കുന്ന ഭാഗ്യശാലിക്ക് 15 കോടിയുടെ മുകളിൽ, അതായത് 15 കോടിയുടെ മുകളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് നികുതി കഴിഞ്ഞ് ലഭിക്കുന്നതായിരിക്കും എന്ന് കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓണം ബമ്പർ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ, വിവരങ്ങൾ, ഓണം ബമ്പറിൻ്റെ എങ്ങനെ നമ്മൾക്ക് ഒന്നാം സമ്മാനം ലഭിക്കുന്നവർക്ക് അത് പൈസ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, സൂക്ഷിക്കേണ്ട കാര്യം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ MalyalamTV9.com വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ യൂട്യൂബ് സോഷ്യൽ മീഡിയ പേജുകൾ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് മറ്റൊരു വിവരമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.